ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ജയ ജയ മഹാദേവേ നമ. ശ്രീ മഹാദേവേ നമ. വൈകുണ്ഠഗമനം, വൈകുണ്ഠത്തിലേക്ക് പോകുന്നതാണ് പറഞ്ഞിക്കാണ്ട്. നമുക്ക് വൈകുണ്ഠത്തിലേക്ക് തന്നെയല്ലേ അവസാനം പോകേണ്ടത്, അല്ലേ? ആർക്കും വൈകുണ്ഠത്തിലേക്ക് പോകണ്ടെന്നുള്ള അഭിപ്രായമുള്ളവരില്ലല്ലോ. ഇല്ല. അപ്പം നമ്മ വൈകുണ്ഠ ഗമനം, എങ്ങനെയാണ് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ കണ്ടത് നോക്കാം നമുക്ക്. കരിയുടെ 5 സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ ഗംഗ പിന്നീട് എവിടേക്കാണ് പോയത് എന്നാണ് അടുത്ത ചോദ്യം. 5000 വർഷം കലി, അത് കഴിഞ്ഞിട്ട് വേണം ഗംഗ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുന്നത്. വാണീദേവിയുടെ ശാപം കാരണം ഗംഗ ഭാരതത്തിൽ നദിയായി ജനിക്കുകയും ശാപാവസാനമായപ്പോൾ തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. ഗംഗയും സരസ്വതിയും പത്മാവതിയും ഭൂമിയെ ത്യജിച്ച് വൈകുണ്ഠത്തിലെത്തി. ഇവർ 3 ആളും തുളസിയും വിഷ്ണുവിൻ്റെ പത്നിമാരാണ്. അപ്പോൾ ശ്രീനാരദ മഹർഷി ചോദിക്കാൻ തുടങ്ങി. ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദകമലത്തിൽ നിന്ന് ഉത്ഭവിച്ച ഗംഗ ബ്രഹ്മാവിൻ്റെ ജലപാത്രത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും ശിവഭഗവാന്റെ ആണെന്നും കേൾക്കുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഭഗവാനെ. അപ്പൊ പറയണു, പണ്ട് ഗോലോകത്തിൽ രാധാകൃഷ്ണന്മാരുടെ അംഗത്തിൽ നിന്നുണ്ടായതാണ് ജാഹ്നവി. ജാഹ്നവി എന്ന് പേര് വന്നത് ജഹ്നു മഹർഷി പിടിച്ചു പറ്റിച്ചിനി ഗംഗേന ദേഷ്യം വന്നിട്ട്. ജഹ്നു മഹർഷിന്റെ ആശ്രമം കുത്തിയൊലിച്ചിട്ട് കളയാൻ വേണ്ടി നോക്കുമ്പോൾ ജഹ്നു മഹർഷി പിടിച്ചിട്ടാകുമ്പോൾ ഈ സഹരപുത്രന്മാർ നമ്മളെ ഇദ്ദേഹം തന്നെ ഭഗീരഥൻ ജഹ്നു മഹർഷിനെ തപസ് ചെയ്തു, പ്രാർത്ഥിച്ചിട്ടെല്ലാകുമ്പോൾ ചെവിയിലെ കൂടെ പുറത്തേക്ക് വിട്ടു. നോക്കണേ വൈരുദ്ധ്യം. നമ്മളെല്ലാം ചെവിയിൽ നിന്ന് ഇപ്പോൾ ഒരു തുള്ളി വെള്ളം ചെവിയിലായാൽ ചെവി കടച്ചിലെടുത്തു, ചെവി വേനെടുത്തു. ഇതൊക്കെ വലിയൊരു നദീനെ, ഗംഗാ നദീനെയാണ് തരണം ഒഴുങ്ങി ചെവിയിലെ കൂടെ പുറത്തേക്കും വിട്ടു. ഇതാണ് നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അത്ഭുതാവഹമായ കാര്യങ്ങൾ. അത്യന്തം സുന്ദരിയായ അവളുണ്ടല്ലോ ജാഹ്നവി, ജലത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. അവള് നവയൗവന സമ്പന്നയും സർവാഭരണ വിഭൂഷിതയുമാണ്. ഒരു ദിവസം അവൾ കൃഷ്ണന്റെ സമീപം ചെന്ന് നമ്രമുഖിയായി വസ്ത്രാഞ്ചലം കൊണ്ട് മുഖം കുറച്ചു മറച്ച് കൃഷ്ണനെ തന്നെ തൻ്റെ നീല കൺവീലി കൊണ്ട് ഒഴിഞ്ഞ് പ്രേമാതിരിയായി നോക്കിക്കൊണ്ട് നിന്നു. ആര് നിന്നു? ഈ ഗംഗ. നോക്കണേ സൂത്രം. ഇത് കണ്ടും കൊണ്ട് ഗോലോകറാണിയായ രാധ വന്നു. കോപം കൊണ്ട് തുടുത്ത മുഖവും കലങ്ങിയ കണ്ണുകളുമായി ആ സുന്ദരി രാധാറാണി അനവധി ദാസിമാരോടുകൂടി കൃഷ്ണന്റെ സമീപം വന്ന് സിംഹാസനത്തിലിരുന്നു. കൃഷ്ണന്റെ അത്യന്തം പ്രിയപ്പെട്ട കാമിനി സഖിമാർ കൊടുത്ത താമ്പൂലവും ഭുജിച്ചിരിക്കുകയാണ്. അത്യധികം സുന്ദരിയായ കൃഷ്ണന്റെ പ്രാണാധിക പ്രിയയാണ് ആയ രാധ. ഭഗവാന്റെ എല്ലാമാണല്ലോ രാധ, നമുക്കറിയാം. ഗംഗാദേവി കൃഷ്ണനെ കണ്ണിമ അടക്കാതെ നോക്കി നിൽക്കുന്ന കണ്ട് മന്ദഹാസത്തോടുകൂടി കൃഷ്ണനോട് ചോദിച്ചു, അങ്ങേ കാമത്തോടുകൂടി നോക്കുന്ന സുന്ദരി ആരാണ് ഭഗവാനെ? അങ്ങും ആ സുന്ദരി ഇടക്കിടക്ക് നോക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ അനീതി കാണിക്കുന്നത് ശരിയാണോ? സ്ത്രീകളുടെ മനസ്സിൽ അലിവുള്ളത് കൊണ്ടും സ്നേഹാധിക്യം കൊണ്ടും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ ഞാൻ. അത് മുതലെടുക്കണ്ട. പ്രജനായക, അങ്ങ് അവളോടുകൂടി ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയിക്കൊള്ളുക, അല്ലെങ്കിൽ അങ്ങക്ക് സ്വൈര്യം കിട്ടുകയില്ല. ചന്ദനക്കാട്ടിൽ വെച്ച് അങ്ങയെ ഞാൻ വിരജയോടൊപ്പം കണ്ടു. സഖികൾ പറഞ്ഞത് കൊണ്ട് ഞാൻ അന്ന് ക്ഷമിച്ചു. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അങ്ങ് എവിടെയോ മറഞ്ഞു. വിരജദേഹം രചിച്ച് നദിയുമായി എന്തിനാണ് ഒളിച്ചു കളി? ആ നദി കോടി യോജന നീളവും വീതിയോടും കൂടി അങ്ങയുടെ സൽകീർത്തി പോലെ ഒഴുകുന്നുണ്ട്, കണ്ടോ? എന്നിട്ടും ഭഗവാൻ എന്താ പറയണേ? രാധ സൽകീർത്തി. ഭഗവാന് ദുഷ്കീർത്തി ഇല്ല കേട്ടോ. എന്ത് തന്നെ ഭഗവാൻ ചെയ്താലും ദുഷ്കീർത്തി ഒന്നും ഭഗവാനില്ല, സൽകീർത്തി തന്നെ. ഞാൻ പോന്നതിന് ശേഷം അങ്ങ് വിരജേ എന്ന് വിളിച്ചു. ആ സമയം വിരജ നദിയിൽ നിന്നും പൊന്തി വന്ന് സർവാഭരണ വിഭൂഷിതയായി അങ്ങേക്ക് ദർശനം നൽകി. ആ സമയത്ത് അങ്ങ് അവളെ ആലിംഗനം ചെയ്ത് വീര്യാധാനം നടത്തിയില്ലേ? വിരജയിൽ നിന്ന് 7 സമുദ്രങ്ങൾ ഉണ്ടായില്ലേ? പിന്നീട് ചമ്പകക്കാട്ടിൽ ശോഭയോടൊത്ത് ഞാൻ അങ്ങയെ കണ്ടു. എവിടെയൊക്കെ അങ്ങ് വേണ്ടാത്ത കുസൃതിത്തരം കാട്ടുന്നുണ്ടോ അതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. അങ്ങ് എൻ്റെ ശബ്ദം കേട്ട മാത്രയിൽ അവളും ചന്ദ്രമണ്ഡലത്തിലേക്ക് പോയി. ശോഭയുടെ ശരീരം തേജസ്സായി മാറി.
വിഷാദം പൂണ്ടങ്ങ ശരീരത്തെ വിഭജിച്ച് കുറേ ഭാഗം രത്നത്തിനും കുറേ ഭാഗം സ്വർണത്തിനും കുറേ ഭാഗം മുത്തുകൾക്കും കൊടുത്തു. കുറച്ചു ഭാഗം സ്ത്രീകളുടെ മുഖകമലങ്ങൾക്കും പുഷ്പങ്ങൾക്കും തളിരുകൾക്കും കുറേ ഭാഗം രാജാവിനുമായി നൽകി. പഴങ്ങൾക്കും സസ്യങ്ങൾക്കും കുറച്ചു ഭാഗം കൊടുത്തു. അപ്രകാരം ആ തേജസ് കൊണ്ട് എല്ലാത്തിനും വളരെ 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 ഭംഗിയുണ്ടായില്ലേ ഭഗവൻ. പിന്നീട് ഒരു ദിവസം വൃന്ദാവനത്തിൽ പ്രഭയോടൊപ്പം അങ്ങയെ കണ്ടു. അങ്ങ് എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്റെ ശബ്ദം കേൾക്കേണ്ട ദിവസം അവളും സൂര്യമണ്ഡലത്തിലേക്ക് പോയി. എന്നെ കണ്ടിട്ടുള്ള പേടി കൊണ്ടും ലജ്ജ കൊണ്ടും അവളുടെ ദേഹവും ഒരു തേജോപുഞ്ചമായി മാറി. പ്രേമാർത്ഥനായ അങ്ങ് ആ തേജസ്സിന്റെ കുറച്ചു ഭാഗം കണ്ണുകൾക്കും കുറച്ചു ഭാഗം അഗ്നിക്കും യക്ഷന്മാർക്കും ദേവന്മാർക്കും കുറച്ചു ഭാഗം സിംഹങ്ങൾക്കും നാഗങ്ങൾക്കും മുനിമാർക്കും കുറച്ചു ഭാഗം സൗഭാഗ്യമുള്ള സ്ത്രീകൾക്കുമായി പങ്കിട്ടു. പിന്നീടൊരവസരത്തിൽ എന്തുണ്ടായി? വസന്തകാലത്ത് രാസമണ്ഡലത്തിൽ വെച്ച് മിന്നിത്തിളങ്ങുന്ന വിളക്കുകളുള്ള ഗൃഹത്തിൽ പട്ടുമെത്തയിൽ ശാന്തിയോടൊത്ത് രമിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ശബ്ദം കേട്ട മാത്രം ശാന്തി പേടിച്ച് വിറച്ച് അങ്ങയിൽ ലയിച്ചു. വേറെടിയും പോകാൻ നിന്നില്ല. അങ്ങയിലേക്ക് തന്നെ ലയിച്ചില്ലേ അവള് കള്ളി. അവളുടെ ഉടലിന്റെ ശ്രേഷ്ഠമായ ഗുണങ്ങൾ പ്രേമപൂർവം പറഞ്ഞു വിലപിച്ച് അങ്ങ് ബ്രഹ്മാവിനും അങ്ങയുടെ മന്ത്രോപാസകന്മാർക്കും ശാക്തേയർക്കും തപസ്സുകൾക്കും കുറച്ചെനിക്ക് നൽകി. വേറൊരവസരത്തിൽ ആരുടെ കൂടെ കണ്ടെന്നോ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ക്ഷമ എന്ന ഗോപിയോടത്ത് പട്ടുമെത്തയിൽ ശയിക്കുന്നതായി ഞാൻ അങ്ങയെ കണ്ടു. അപ്പോൾ ഞാൻ വിളിച്ചുണർത്തിയത് അങ്ങ് ഓർക്കുന്നുണ്ടോ? ഞാൻ അന്നെടുത്ത വസ്ത്രങ്ങളും ഓടക്കോലും അന്ന് ഞാൻ എടുത്തില്ലേ അങ്ങയുടെ ആ വസ്ത്രങ്ങളും ഓടക്കോലും വളകളും വനമാലകളും കൗസ്തുഭവും സഖികൾ പറഞ്ഞിട്ടല്ലേ ഞാൻ തിരിച്ചു തന്നത്. ആ തെറ്റിലങ്ങ് വിളറി കരിവാളിച്ചു പോയി. ക്ഷമ ലജ്ജിതയായി തന്റെ ശരീരം ഉപേക്ഷിച്ച് ധരയെ പ്രാപിച്ചു. അവരുടെ സത്വഗുണങ്ങൾ അങ്ങ് വിലപിച്ചും കൊണ്ട് വിഷ്ണുവിനും വിഷ്ണുഭക്തന്മാർക്കും ധർമ്മദേവനും ധാർമ്മികന്മാർക്കും കുറച്ച് തപസ്സുകൾക്കും ദേവന്മാർക്കും എന്ന് വേണ്ട വലിയ 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 പണ്ഡിതന്മാർക്കുമായിട്ട് വിഭജിച്ചു കൊടുത്തു. പ്രഭു, ഇനി വല്ലത് കേൾക്കണോ? ഇത്തരം പല യോഗ്യതകളുണ്ട് കേട്ടോ അങ്ങേക്ക്. എന്നാലും അങ്ങയുടെ കാര്യം അങ്ങയെ കുറിച്ച് പറയുമ്പോൾ അങ്ങയുടെ സൽകീർത്തി തന്നെയാണ്, കാന്തിപ്രസരം തന്നെയാണ്. ഇതൊക്കെ അങ്ങ് ചെയ്താലും ഒക്കെ ലോകത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ. പ്രകാരം പറഞ്ഞ് ചുവന്ന് കലങ്ങിയ കണ്ണുകളോട് ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുന്ന ഗംഗയോട് പിന്നെയും ഓരോന്ന് പറയുവാൻ തുടങ്ങിയപ്പോൾ സിദ്ധയോഗിനിയായ ഗംഗ സഭയിൽ വെച്ച് തന്റെ യോഗശക്തി കൊണ്ട് ജലത്തിൽ ലയിച്ചു. ഇത് കണ്ട് സിദ്ധയോഗിനിയായ രാധ കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. തന്റെ യോഗശക്തി കൊണ്ട് ഗംഗാജലത്തിൽ പാനം ചെയ്യുവാൻ തുടങ്ങി. ഇപ്പൊ ഞാനുള്ള കുടിച്ചു പറ്റിക്കുന്നതാണ്. അത് മനസ്സിലാക്കി ഗംഗ ശ്രീകൃഷ്ണ പാദകമലങ്ങളെ അഭയം പ്രാപിച്ചു. രാധയാകട്ടെ ഗോലോകത്തും വൈകുണ്ഠത്തിലും സത്യലോകത്തും എന്ന് വേണ്ട എല്ലായിടത്തും ഈ ഗംഗയെ തിരഞ്ഞാടുന്നു. എന്നിട്ട് കണ്ടുകിട്ടിയോ? അതുമില്ല. ബ്രഹ്മാണ്ടമൊക്കെ വറ്റി വരണ്ട് ജലജന്തുക്കളൊക്കെ നശിച്ചു. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരും മഹർഷിമാരും ദേവന്മാരും എന്ന് വേണ്ട മനുക്കളും സിദ്ധന്മാരും വരണ്ട തൊണ്ടയോടുകൂടി ഗോലോകത്ത് പോയി കൃഷ്ണന്റെ പാദകമലങ്ങളെ ആശ്രയിച്ചു. ശ്രേഷ്ഠനും എല്ലാവരാലും വന്ദിക്കപ്പെടുന്നവനുമായ ആ പ്രഭുവിനെ എല്ലാവരും വന്ദിച്ചു സ്തുതിച്ചു. എല്ലാവരും ഭക്തിയോടുകൂടി സ്തുതിച്ചു കൊണ്ടിരിക്കെ സാക്ഷാൽ ജഗന്നാഥനായ ശ്രീഹരി അമൂല്യ രത്നം കൊണ്ട് നിർമ്മിച്ച രത്നസിംഹാസനത്തിൽ ഗോപസ്ത്രീ പരിവേഷ്ടിതനായി രാധയോടൊപ്പം ദർശനം നൽകി. തങ്ങൾ ഭഗവാനെ കാണാൻ വരാനുണ്ടായ കാരണം ഉണർത്തിക്കാൻ ദേവന്മാർ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു. എന്തോ ചില കാര്യങ്ങൾ കൊണ്ടാണ് വന്നത്. ബ്രഹ്മാവ് നടുവിലും ഇടതുവശത്ത് ഹരനും വലതുഭാഗത്ത് വിഷ്ണുവുമായവർ കൃഷ്ണസന്നിധിയിലെത്തി. അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ഗോലോക കൃഷ്ണനും വൈകുണ്ഠ വിഷ്ണുവും മഹാവിഷ്ണു ഒന്നല്ലേ ഒന്നെ. പക്ഷെ അവര് രണ്ട് സ്ഥലത്ത് രണ്ടു പേരിലും രണ്ട് രീതിയിലുമാണ് വിരാജിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബ്രഹ്മാവ് രാസമണ്ഡലം ആകെ കൃഷ്ണമയമായി കണ്ടു. എല്ലാവരും ഒരേ വേഷത്തിലും ഒരേതരം സിംഹാസനത്തിലും ഇരിക്കുന്നതായിട്ടും കാണപ്പെട്ടു. എല്ലാവരും തന്നെ ദ്വിഭുജന്മാരും വനമാല ചാർത്തിയവരും കൗസ്തുഭം രത്നം അണിഞ്ഞവരും മഞ്ഞപ്പട്ട് ഉടുത്തവരുമായിരുന്നു. സേവ്യന്മാരെയും സേവകന്മാരെയും തിരിച്ചറിയാനാവാത്ത വിധം കൃഷ്ണരൂപികളായിരുന്നു കേട്ടോ എല്ലാവരും. എന്നാൽ ചിലപ്പോൾ രാധാസമേതനായും
ചിലപ്പോൾ രാധയോട് കൂടാതെയും കൃഷ്ണനെ കാണപ്പെട്ട് ബ്രഹ്മാവ് വലഞ്ഞു. ഒരിക്കൽ നോക്കുമ്പോൾ രാധയോടുകൂടെ, ഒരിക്കൽ നോക്കുമ്പോൾ തനിച്ച് കാണുന്നു. ബ്രഹ്മാവ് പണ്ട് പശുക്കുട്ടികളെ മറക്കാൻ പോയപ്പോഴുണ്ടായ ആ ഒരു ഇതിലായിപ്പോയി, വലഞ്ഞുപോയി. അവസാനം മനസ്സുകൊണ്ട് കൃഷ്ണനെ നല്ലപോലെ ധ്യാനിച്ചു. ആ സമയത്ത് രാധയുടെ മാറിൽ പരിലസിക്കുന്ന കൃഷ്ണനെയാണ് കണ്ടത്. ആ ഹരി പാർഷദന്മാരാൽ സേവിച്ചും ഗോപഗോപീജനങ്ങളാൽ പരിവേഷ്ടിതനുമായി അവർക്ക് ദർശനം നൽകി. 3 ദേവന്മാരും ആ രാധാകൃഷ്ണന്മാരെ നമസ്കരിച്ചു. ഭഗവാൻ എല്ലാവരോടും ക്ഷേമാന്വേഷണം നടത്തിയതിനു ശേഷം ചോദിച്ചു, നിങ്ങൾ ഗംഗയെ കൊണ്ടുപോകാൻ വന്നതല്ലേ? അവൾ ഭയം കൊണ്ട് എൻ്റെ പാദങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. എൻ്റെ സന്നിധിയിൽ കണ്ട ഇവളെ രാധ അവളെ പാനം ചെയ്ത് ഇല്ലാതാക്കാൻ നോക്കി. അവരുടെ ഭയം ഇല്ലാതാക്കിയാൽ അവളെ കൊണ്ടുപോകാം. അപ്പൊ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ബ്രഹ്മാവ് തന്റെ വേദമോതുന്ന മുഖങ്ങൾ കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവും ആരാധിക്കുന്ന രാധയെ വാഴ്ത്തി സ്തുതിച്ചു. ഗംഗ അവിടുത്തെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംഗത്തിൽ നിന്നുണ്ടായവളല്ലേ? രാധാ മഹോത്സവ സമയത്ത് ശിവന്റെ സംഗീത മാധുരിയിൽ മുഗ്ധയായി ദ്രവരൂപത്തിലായതാണല്ലോ. ആ ഗംഗ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മകളല്ലേ രാധാറാണി? നിങ്ങളുടെ അംശമായ അവൾ നിന്നെ മന്ത്രം കൊണ്ട് സ്തുതിച്ച് പൂജിച്ചു വാഴും. വൈകുണ്ഠനാഥൻ അവൾക്ക് പതിയായി തീരും. അവൾക്ക് ഭൂമിയിൽ പതിയായി ലവണ സമുദ്രവും ഉണ്ടാകും, ഗംഗക്ക്. അതുകൊണ്ട് രാധാദേവി അവിടുന്ന് അവൾക്ക് അമ്മയാണ്. ബ്രഹ്മാവിന്റെ വാക്കുകൾ രാധാദേവി പുഞ്ചിരി തൂകിക്കൊണ്ട് കേട്ടുട്ടോ, സ്വീകരിച്ചു. ആ സമയത്ത് ഗംഗ കൃഷ്ണന്റെ പാദത്തിലെ പെരുവിരലിന്റെ നഖാഗ്രങ്ങളിൽ നിന്ന് പുറത്തു വന്നു. നോക്കിക്കൊള്ളണേ, ഭഗവാന്റെ ഒരു വിരൽ നഖത്തിന്റെ ഇടയിൽ നിന്ന് ആ ഗംഗാദേവി പുറത്തു വന്നു. ഭഗവാന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കുക. ജലത്തിന്റെ അധിഷ്ഠാന ദേവതയായ ഗംഗ നദിയിൽ നിന്ന് പുറത്തു വന്ന് ദേവന്മാരുടെ സൽക്കാര പൂജകൾ സ്വീകരിച്ചു. ആ ജലത്തിൽ നിന്ന് കുറച്ചെടുത്ത് ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിൽ നിറച്ചു, കുറച്ചെടുത്ത് ശിവനും തന്റെ മൗലിയിൽ ധരിച്ചു. രാധികാമന്ത്രവും കവചവും ധ്യാന സ്തോത്രങ്ങളും ബ്രഹ്മാവ് ഗംഗക്ക് ഉപദേശിച്ചു. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ഗംഗ രാധയെ വിധിപ്രകാരം പൂജിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാൻ ഒരുങ്ങി. പാവം ലക്ഷ്മി, വാണി, തുളസി, ഗംഗ ഇവർ 4 പേരും വൈകുണ്ഠവാസിയായ നാരായണന്റെ പത്നിമാരാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, അറിവില്ലാത്തവർക്ക് കാലവാർത്തയെ മനസ്സിലാക്കാൻ വിഷമമാണ്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും പറഞ്ഞു, ഗംഗയെ കൊണ്ടുപോയിക്കൊള്ളുക. കാലവാർത്തയെ പറ്റി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മളെല്ലാവരും കാലചക്രം പ്രവർത്തിക്കാതെ ഗോലോകത്താണ് ജീവിക്കുന്നത്. ഇതിന് പുറമേയുള്ള ബ്രഹ്മാണ്ടം മുഴുവനും പ്രളയത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വൈകുണ്ഠമൊഴികെ സർവവും ജലത്തിലാണ് ബ്രഹ്മാവേ. അങ്ങ് പോയി ബ്രഹ്മാണ്ടം സൃഷ്ടിക്കുക. അത് കഴിഞ്ഞാൽ ഗംഗ അങ്ങോട്ട് വരും. ഇനി എനിക്ക് അന്യ ബ്രഹ്മാണ്ടത്തിലും സൃഷ്ടി ചെയ്യേണ്ടതുണ്ട്. ആ ബ്രഹ്മാവിനെയും ഞാൻ സൃഷ്ടിക്കണം. എനിക്ക് ചില്ലറപ്പെട്ട പണിയൊന്നല്ല കേട്ടോ ഉള്ളത്. എത്രയോ ബ്രഹ്മാണ്ടങ്ങളില്ലേ, അതിലൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാനല്ലാതെ ആരാണ് ചെയ്യാനുള്ളത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് വേഗം യാത്രയാകും. ഞങ്ങൾക്ക് പണി കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നാ പോരാന്നാ ഭഗവാൻ പറയുന്നത്. എത്രയോ കൽപ്പങ്ങൾ കഴിഞ്ഞുപോയി, എത്രയോ ചതുർമുഖന്മാർ ഉണ്ടായി കഴിഞ്ഞു, ഇനിയും എത്രയോ ചതുർമുഖന്മാർ ഉണ്ടാവാനിരിക്കുന്നു. ഇത്രയും പറഞ്ഞ് രാധികാനാഥൻ അന്തഃപുരത്തിലേക്ക് പോയി. ദേവന്മാർ അവിടെ നിന്നും യാത്രയായി. സൃഷ്ടിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഗോലോകത്ത് സ്ഥിതി ചെയ്യുന്ന ഗംഗ മറ്റെല്ലാ ലോകത്തിലും വിഷ്ണുപതിയായി ഒഴുകാൻ തുടങ്ങി. വിഷ്ണുപാദത്തിൽ നിന്ന് പുറപ്പെട്ടതിനാൽ ഗംഗക്ക് വിഷ്ണുപതി എന്ന പേരും സിദ്ധിച്ചു. എത്രയാ പേര്? ജാഹ്നവി, പിന്നെ ഗംഗ, പിന്നെ വിഷ്ണുപതി, കുറേ പേരുണ്ട്. ഓരോരോ അവസരത്തിൽ ഈ ദേവന്മാർക്ക് അങ്ങനെയാണ്. ഓരോരു കാര്യം ചെയ്യുമ്പം ഒരു പേര്. ഭഗവാൻ ഈ സഹസ്രനാമം ഉണ്ടായത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. നാളെ നമുക്ക് ഏത് ഭാഗമാണ് നോക്കാനുള്ളത്? നാരായണപ്രിയ പദപ്രാപ്തി, നാരായണന്റെ അങ്ങനെയുള്ള മഹത്തായ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് ഓരോരോ ദിവസം കുറേശ്ശെയായി പറഞ്ഞ് സജ്ജനങ്ങൾക്ക് താല്പര്യമുള്ളവർ ശ്രവിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങൾ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.